അമ്മേ മഴയെല്ലാം പോയി എന്നുള്ള വിശ്വാസത്തില് പുറത്തടുപ്പത്ത് വെച്ചിട്ട് ചോറ് വെക്കുന്നു. അതെ എന്നുവെച്ചാല് പാട് വേവുള്ള അരിയാണ് കുറുവ. ഇപ്പൊ പുറത്തടുപ്പത്തിട്ട് അടയെ പോകൂല്ലോ അത്. അതെ പുറത്താകുമ്പോ എന്ത് വേണം നിങ്ങൾക്ക് പറക്കിയിട്ട് കൊടുക്കുക. ചേരിയും ചിരട്ടിയെല്ലാം മട്ടക്ക ചിരട്ട ഇട്ടൂടാ, ചേരി മാത്രം ഇട്ടോളൂ. ചിരട്ട ഇപ്പൊ നമ്മുടെ മുണ്ടിക്കാരെല്ലാം കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ചിരട്ട ഇട്ടൂടാ. അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരട്ടക്ക് ഇപ്പൊ നല്ല പൈസയാണ്, ഒന്നിന് ഉറുപ്പ്യ 2 ഉറുപ്പ്യെല്ലാം കിട്ടുന്നുണ്ട്. കിലോന് 1 ഉറുപ്പ്യ. കിലോനാ? അല്ല ഒരു ചിരട്ടക്ക് 1 ഉറുപ്പ്യ വരുന്നുണ്ടല്ലോ. ഒരു 2 ചിരട്ട 1 കിലോ ഉണ്ടാവും അമ്മ, അറിയില്ല. അങ്ങനെ പാടുണ്ടായി. ഒരു തേങ്ങയുടെ ചിരട്ടക്ക് 1 ഉറുപ്പ്യ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മ കൊറേ നാൾ കൂടിയിട്ട് ഇന്ന് പുറത്തെടുപ്പത്താണ് കേട്ടാ ചോറ് വെക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ചോറും വെച്ചിട്ടുണ്ടായി, താളം കഴിഞ്ഞ് കൂട്ടിയിട്ടുണ്ടായി. അതെ അന്നേരം ഞാൻ ഉണ്ടായിട്ട, ഞാൻ ഒരു പാൻസെല്ലായിട്ടും പോയിട്ടാണ്ടായിനി. വന്നിട്ട് കിട്ടീനി താളം കിഴങ്ങ്. അമ്മമ്മ വന്ന ദിവസം അല്ലേ? അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് താളം കിഴങ്ങ്. അതുകൊണ്ട് അന്നമ്മ താളം കിഴങ്ങ് ചൂളിയോടെ പൊഴിഞ്ഞു. അതെ. അപ്പൊ ഇപ്രാവശ്യം ആദ്യമായിട്ട് താളം കിഴങ്ങ് കളച്ചു അല്ലേ? ആദ്യമായിട്ട് കളച്ചിട്ട് ചൂളിയോടെ പൊഴിഞ്ഞു. നല്ല രസമാണ്. നല്ല കാന്താരിയെല്ലാം ഇതാക്കിയിട്ട് തിന്നണം. എന്നിട്ട് കാന്താരി ഒന്നാക്കിയിട്ട് അതുകൊണ്ട് ഉപ്പിട്ടിട്ട് നമുക്ക് എന്നെ ചൂടാതിന് കട്ടൻ്റെ ചൂളി കളഞ്ഞിട്ട് വാക്കയില്ലേ, നല്ല ചക്കയെല്ലാം വെക്കും പോലെ വറുത്തിട്ടിട്ട്. പിന്നെ ചൂളി കളഞ്ഞിട്ട് വറവിൽ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് വേവിച്ചിട്ട് വറവിൽ ഇട്ടിട്ട് അങ്ങനെ ആക്കലുണ്ട്. പിന്നെ മഞ്ഞളും പറങ്ങി കൂട്ടിയിട്ട് പിന്നെ ഉടച്ചിട്ട് കപ്പേൻ്റെ മാതിരി അങ്ങനെ ആക്കി തിന്നലുണ്ട്. കടുവും പറങ്ങി നോക്കി എങ്ങനെ ആക്കിയാലും ടേസ്റ്റാണ്. താളം കിഴങ്ങ് ഉരുളക്കിഴങ്ങിന് പകരം താളം കിഴങ്ങും ഉള്ളിയെല്ലാം ഇട്ടിട്ട് ബാജിക്കറിയും വെക്കലുണ്ട്, ദോശക്കെല്ലാം കൂട്ടാൻ വേണ്ടി പറ്റിയ. അപ്പോൾ ഇനി താളം കിഴങ്ങ് കളക്കാനായി. എനിക്ക് കളിച്ചില്ലെങ്കിൽ പന്നി അയ്യനൊന്നും വെച്ചക്കൂല. അതുകൊണ്ട് നമ്മ വേമ്പേം കളിച്ചിട്ട് ആക്കാൻ വേണ്ടി തുടങ്ങി. ഇനി അങ്ങോട്ട് നമുക്ക് താളം കിഴങ്ങിൻ്റെ ഓരോന്ന് റെസിപ്പി എല്ലാം കാണിക്കാട്ടാ. ഇന്നപ്പോൾ നമ്മളെ ചെറിയൊരു സൺഡേ വ്ളോഗാണ്. ഞായറാഴ്ച അമ്മ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് സ്പെഷ്യൽ അയിലുണ്ട്, അയില കറി. അയിലക്കറി പൈനിങ് ഉപ്പേരി ആയിരിക്കും. പൈനിങ്ങ പറിച്ചുണ്ട് കണ്ടു. അപ്പൊ ഇന്ന് നമുക്ക് ഓർഡർ ഉണ്ട് 10 വൈകുന്നേരത്തേക്ക്. ചോറും കറികളൊന്ന് വേഗം ആക്കണം. ഓർഡർ ദിവസം ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ വൈകും. അപ്പോൾ ഒരു 100 പത്തൽ കൊടുക്കാനുണ്ടല്ലേ. സമയം ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. ഉച്ചക്കത്തെ കുറച്ച് ഇങ്ങനെ കാര്യങ്ങളെല്ലാം കാണിക്കാന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങിയിനി. ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ പുതിയ ഫോൺ പെട്ടെന്ന് എന്തോ സ്റ്റക്കായിന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എൻ്റെ എല്ലാം സെറ്റാക്കുന്നുണ്ടായിന്. പെട്ടെന്ന് ലൈറ്റ് അലവെ ഇങ്ങനെ ഗ്രീൻ ലൈനല്ല മുകളിൽ ഇങ്ങനെ ലൈറ്റ് എന്ന് വന്നിട്ട് അതേപോലെ ഫുൾ ടോർച്ച് എത്തും പോലെ കത്തുന്നു ഫോൺ. എന്നാൽ അതിനൊന്നും അറിയില്ല. കുറെ കഴിഞ്ഞിട്ട് അനിയത്തിൻ്റെ ഇന്ന് ഉച്ചവരെ മണിയുണ്ടായിട്ട് വന്നിട്ട് അമ്മ നോക്കിയിട്ട് പറയിക്കുമ്പോൾ അത് ശരിയായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ചോറിൻ്റെ കറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ ചോറെല്ലാം കഴിച്ചു. അതീ ലോകമെല്ലാം പിന്നെ അമ്പലത്തിൽ പോയിട്ട് വരികയും ചെയ്തു. നമ്മൾ എന്നിട്ട് പത്തലിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിട്ട് 100 പത്തലാക്കാനുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പകുതിയായി ചുട്ടിട്ട്. അമ്മമ്മ ഉണ്ടത് അപ്പുറം, അമ്മമ്മേനെ കാണിക്ക്. അമ്മ ആക്കിയിട്ട് ഇരടും, ഞാൻ പിന്നെ ചൂടായിട്ടുണ്ടോ ഞാൻ ചുട്ടെടുക്കും. എന്താ വെച്ചാല് വിറകടുപ്പിലായോണ്ട് കുറച്ച് പൊതിച്ചുടിക്കും. വിറകടുപ്പിലായോണ്ട് ഇടക്കിടക്കേ വിറക് തൊടുന്നതല്ലേ. അപ്പോൾ നമ്മ ഇത് പത്തലിൽ അതെടുത്ത് തീയിലിടുമ്പോൾ ചിലപ്പോൾ കൈക്കെല്ലാം മണ്ണുണ്ടാവും. അതുകൊണ്ട് അമ്മേനെ ഇട്ടുതരും. ഞാൻ ഇതാക്കി വാങ്ങൽ മാത്രം എൻ്റെ പണിയിട്ട് അമ്മ പരത്തിയിട്ട് ഇത് കൊണ്ടിട്ടുതരും. അതായത് അടുപ്പത്തു നിന്നാകുമ്പോൾ ഇടക്കിടക്കേ വിറക് നമ്മ കത്തിച്ചു കൊടുക്കുമ്പോൾ പത്തലിൽ നല്ലോണം തീ കത്തണം, അല്ലെങ്കിൽ പത്തല് പൊട്ടിയിട്ട് എണ്ണ ഉള്ളിൽ കയറും. അമ്മ ഇടുന്നതനുസരിച്ച് ഞാനിതാ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു 10-50 ആയിട്ടുണ്ട്. 50 കൂടി ആവാൻ ബാക്കിയുണ്ട്. പത്തലിട്ട് കഴിഞ്ഞാടും ഒന്ന് മുട്ടിക്കൊടുക്കണം അല്ലേ അമ്മ? പത്തലിട്ടാടും ഒരു പതം ഇങ്ങനെ പൊന്തി വരും. ഒന്ന് മുട്ടിക്കൊടുക്കണം. എന്നാലും നല്ല ഒന്ന് പപ്പടം പോലെ പൊങ്ങി വരും. തണിയുമ്പോൾ അത് നല്ല 3 ലെയറായിട്ട് അങ്ങനെ വരും കേട്ടാ. പപ്പടം പോലെ തന്നെ നിൽക്കൂല, 3 ലെയറായിട്ട് ഇങ്ങനെ വരും. പിന്നെ കുറേ പേര് കുറേ പേരല്ല ആരോ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിന് പുട്ടുപൊടി എന്ന് പുഴുക്കലരിയാണോ പച്ചരിയാണോ ചോദിച്ചിട്ടുണ്ടായിന്. പുട്ടുപൊടി പുഴുക്കലരിയാണ്. പിന്നെ നൈസ് അരിപ്പൊടി പച്ചരി. അതിൽ ചെറുങ്ങനെ പുഴുക്കലരി ചേർക്കുന്നുണ്ടാവില്ല. നൈസ് അരിപ്പൊടി പച്ചരിയും പിന്നെ പുട്ടുപൊടി പുഴുക്കലരി കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇവിടെ മില്ലിൽ നിന്ന് പണിക്കലാണ്. എപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർഡർ വരുമ്പം
ലോകത്തിന് കൈ എടുക്കുന്നത്. പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ നമുക്ക് അങ്ങനെ പൊടിച്ചിട്ട് അങ്ങനെ വെക്കയില്ല. അമ്മയും പണിക്കെല്ലാം പോകുന്നതുകൊണ്ട് അതാ സൗകര്യം, പൊടിച്ചു വെക്കുന്ന സൗകര്യം. സ്ഥിരമായിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് പത്തലിന് ഇപ്പം അടുപ്പിച്ച് കുറേ നാളായിട്ട് കുറച്ച് ദിവസമായിട്ട് ഓർഡർ വന്നില്ല, അല്ലെങ്കിൽ ഇപ്പം കുറേ നാളായി ഇല്ല അതല്ല പത്തലിന്. അങ്ങനെ പിന്നെ റേഷനരി തിളച്ച വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചിട്ട് ഇതിൻ്റെ ഒന്ന് ചേർക്കുക. അതങ്ങനെ ആക്കി കഴിഞ്ഞാല് അധികം എണ്ണ കുടിക്കില്ല. ആരോ പറഞ്ഞാൽ മതി, അതുകൊണ്ട് നമുക്ക് ചെയ്യലുണ്ട്. അതുകൊണ്ടിപ്പോൾ നല്ല വെപ്പലാവുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മ ഇതിന്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ അതുകൊണ്ട് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, പെട്ടെന്ന് ചുട്ടെടുക്കേണ്ട പരിപാടിയിലാണ്. ഫോൺ അതിന്റെ ഇടക്കൊന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിശേഷങ്ങൾ ഇന്നത്തെ കാണിക്കുന്നതായിരിക്കുമല്ലോ അമ്മ. രാത്രിക്കത്തെല്ലാം ഓൾറെഡി ഇന്ന് പത്തലിന് ഓർഡർ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഉച്ചക്കേ പരിപാടിയെല്ലാം നോക്കിനി. രാത്രിക്കേക്കുള്ള ചോറും കറിയെല്ലാം ആയി. മീൻകറി, കൈപ്പക്ക വറവ്, പിന്നെ നല്ല പുളിശ്ശേരി ഉണ്ടായിരുന്നു, അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയത് നമുക്ക് ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കാർബോണ്ട ബോക്സ് ഇതിലാക്കിയിട്ടാ, ഈ ബേസിലാക്കി. എത്രണ്ണം കൊണ്ടുപോകണ്ടമ്മ? എത്രണ്ണം? നീ അതിൻ്റെ ഇടക്ക് പറഞ്ഞാല് എനിക്ക് എണ്ണം തെറ്റു. അങ്ങനെ ഞാനും ലോകം കൂടി പത്തല് കൊണ്ടു കൊടുത്തിട്ട് വന്നു കേട്ടാ. അവസാന നിമിഷം ഒരു നെട്ടോട്ടായിരുന്നു. സമയാകുമ്പോ അതപ്പോ അങ്ങനെയാണ്. അപ്പൊ 100 പത്തല് അങ്ങനെ ഞാൻ ലോകൂട്ടനും കൂടി കൊണ്ടു കൊടുത്തു. ആദ്യം അവരിങ്ങോട്ട് വരുന്ന വിചാരിച്ചിന്, പിന്നെ വേഗം കൊണ്ടു കൊടുത്ത്. അപ്പോൾ അമ്മ വൈകുന്നേരം മുറ്റടിക്കൽ പരിപാടിയിലാണ് കേട്ടാ. അമ്മേൻ്റെ പുതിയ മാച്ച് കാണിച്ചുതരാം. പുതിയതല്ല, അമ്മ ആക്കിയതാണ് കേട്ടാ. ഇപ്പം കാണിച്ചുതരേ. എന്താ എന്തിനെ കൊണ്ടാക്കിയതമ്മ? ആനക്കുറുന്തോട്ടി എന്നാ ഇവിടെ പറയല് കേട്ടാ. ഇതൊരു പച്ച ഇങ്ങനത്തെ നല്ല കട്ടിയിലൊരു ചെടിയാണ്. അപ്പൊ ഇത് കുറുന്തോട്ടി ഒരു മഞ്ഞ കുറുന്തോട്ടിക്കും വാദം ചോദിക്കല്ലേ, ഇതിനൊരു മഞ്ഞ പൂവുണ്ടാവൂലേ? മഞ്ഞ പൂവുണ്ടാവും, അതിന് കായ് ഉണ്ടാവും. കായെല്ലാം ആയി നല്ലോണം മൂത്തിട്ടാകുമ്പോൾ അത് കൊത്തിയിട്ട് വെയിലിനിടുക, എന്നിട്ട് മഞ്ഞിനിടുക. എന്നിട്ടാകുമ്പോൾ എല്ലാം അടിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുക. നല്ല വൃത്തിയിൽ പോകുന്നുണ്ട്. ഞാൻ ഉച്ചക്ക് ഒരിക്കൽ അടിച്ചു നോക്കീനി. ഞാൻ എന്നിട്ടാകുമ്പോൾ പിന്നെ പത്തനിലെ സാധനം മേടിച്ച് തന്നിട്ട് വീഡിയോയിൽ കാണിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ ഫോൺ എന്തോ ആയത്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പം വൈകുന്നേരത്തെ മുറ്റടിയാന്ന് കാണിക്കാൻ പോകുന്നു. നല്ല വേഗം ആവുന്നുണ്ട്. മുറ്റം നമുക്ക് അടിക്കാനാവും. നല്ല സ്ഥലമാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ മരത്തിന്റെ കുറ്റിയും തല ആയതുകൊണ്ട്. അതെ, മൊത്തം മരത്തിന്റെ വേരും ഇതിന്റെ ഇല, ജാതി മരത്തിന്റെ ഇല. നല്ല സുഖമുണ്ട് അടിക്കാൻ. എനക്കൊന്നാക്കി തരണം കേട്ടാ, അല്ലെങ്കിൽ ഇതെനക്ക് അതങ്ങ് പറയാക്കിക്കോ. ആ പീടിന്റെ അടുത്തുണ്ട് കുറേ. അപ്പൊ നമുക്കൊരു ദിവസം അത് അരിഞ്ഞുകൊണ്ട് വന്നിട്ട് കെട്ടാട്ടാ. ഇത് ഞാൻ നമ്മളിവിടെ വാതക്കത്തന്നെ റോഡുമ്മ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ കുത്തി കെട്ടിയതാണ്. അപ്പൊ അത് അരിഞ്ഞുകൊണ്ട് നമുക്ക് 2 മച്ചിയാക്കാറുണ്ട്, കുറേ ഉണ്ടാടാം. ഒരു ദിവസം അരിഞ്ഞുകൊണ്ടെന്നാണ്. വേനൽക്കാലത്ത് നല്ല സുഖമാണ്. മഴക്കാലത്തും അടിക്കാൻ പറ്റും, അതിന്റെ കുറ്റിയും ഉണ്ട്. പക്ഷെ മഴക്കാലത്ത് ഞാൻ അങ്ങനെ പോവില്ല. വേനൽക്കാലത്ത് നല്ല സുഖമാണ്. നമ്മളെ വയനാട്ടിലെല്ലാം ഇത് മേണിക്കാനും വരെ ഉണ്ടാവും. പിന്നെ പട്ടമാച്ചി ആക്കാം, ഈർക്കളി മറ്റേതിന്റെ. പിന്നെ എല്ലാവരും കമന്റ്സിൽ ചോദിക്കുന്നുണ്ടായി നമ്മളെ പാറോമ്മേനെ. നമുക്ക് കുറേ പ്രാവശ്യം പറഞ്ഞു കേട്ടാ. എല്ലാരും വിചാരിച്ചിനി വെച്ചാല് അമ്മേന്റെ അമ്മയാന്നാ വിചാരിച്ചിനി, കുറെ പേര് അച്ഛന്റെ അമ്മന്നാ വിചാരിച്ചിനി. എന്റെ അമ്മയല്ല, എന്റെ അമ്മയെല്ലാം വയനാട്ടിലാണ്. പിന്നെ എന്റെ നമ്മ അടുത്താന്നുണ്ടായി, നമ്മ അയലോതിയാന്ന്. മുമ്പേ നമ്മ ആടെയാന്നുണ്ടായിരുന്നു. പാറോമ്മന്റെ വീടിന്റെ അടുത്ത് ഇപ്പുറത്ത് ചെറിയ റോഡിട്ട് വീട്ടുണ്ട്. അപ്പൊ നമ്മ ഒരു കുടുംബം പോലെ കഴിഞ്ഞതാണ്. ആ സ്നേഹം നമുക്ക് ഇപ്പോ ഉണ്ട്. പാറട്ടിക്കായാലും എനക്കായാലും എന്റെ അമ്മേരെ അതേപോലെയാണ്. അമ്മമ്മക്ക് 3 പെൺമക്കളാണ് കേട്ടാ. അമ്മമ്മ ഏറ്റവും മൂത്ത മോളായിട്ട് അമ്മേനെയാന്ന് കണക്കാക്കുന്നത്. അമ്മയടക്കം 4 ആള്. പിന്നെ പാറട്ടി പറയും എന്റെ മൂത്ത മോളെ പോലെയാന്ന് എന്ന് പറയും. എനക്കും അങ്ങനെ എന്റെ അമ്മേനെ പോലെയാണ്. നമുക്ക് നമ്മളെ അമ്മമ്മയാണ്. ചെറുതുണ്ടാകുമ്പേ അമ്മമ്മയെന്നാ വിളിക്കുന്നതിന്.
അപ്പോൾ അതേപോലെ തന്നെയാണ് എൻ്റെ അമ്മ അതിനെ പോലെ തന്നെയാണ് പറ്റിയിട്ടില്ലാന്നേ ഇല്ലു എൻ്റെ സ്വന്തം അമ്മേനെ പോലെ തന്നെയാണ്. അപ്പൊ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിനി ഒന്ന് വ്യക്തമായിട്ട് പറയൂ ആരാന്ന് എന്നല്ലോ. അപ്പൊ ഈ വീഡിയോ അവര് കാണുന്നുണ്ടോന്ന് അറിയില്ല, കമന്റ് ഇട്ടവര് കാണുന്നുണ്ടെങ്കിൽ ഇതാന്ന് കേട്ടാ. അപ്പൊ എൻ്റെ വീട് വയനാടാണ്, എൻ്റെ വീട്ടുകാരെല്ലാം വയനാട്ടിലാണ്, ഇവിടെ ആരുമില്ല. അമ്മ കൊറേ വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് വന്നേ. പിന്നെ അപ്പോൾ നമുക്ക് നമ്മളെ സ്വന്തം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാത്ത വെച്ചാൽ നമുക്ക് സ്വന്തം അമ്മമ്മയല്ലാന്ന് പറയാൻ വേണ്ടി മടി ആവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അവരെ സ്വന്തം അമ്മമ്മേനെ പോലെയാണ് ഇവരെല്ലാവരും. ഇവര് അമ്മമ്മേനെ രണ്ടാളും വിളിക്കല്, അതായത് പേരക്കുട്ടികളും അങ്ങനെ അമ്മമ്മേനെ വിളിക്കല്. അമ്മമ്മ ഇടക്ക് വന്ന് ഇവിടെ നിൽക്കും, അതേപോലെ അമ്മമ്മേരെ മക്കളുടെ അടുത്തും പോയി നിൽക്കും, അങ്ങനെയല്ലാന്ന്. അപ്പം അമ്മമ്മ ഒറ്റക്കല്ല, പേരക്കുട്ടികൾ വന്നിട്ട് കിടക്കും മാറിയായിട്ട്, ഒറ്റക്കല്ല. പകലന്തിയോളം ഒറ്റക്ക്, രാത്രി ആളുണ്ട്. അവരില്ലാത്ത ദിവസമാണ് ഇങ്ങോട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും അങ്ങനെ പോയിട്ട് കിടക്കല്. നമ്മളെ അടുക്കള വശമാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു നമ്മ കുറുക്കൂട്ടിയല്ലേ പക്ഷേ ഇന്ന് ജാതിയാണ്. കുറുന്തോട്ടി പറഞ്ഞിട്ട് ഇപ്പൊ ജാതി ജാതി പറയുമ്പോ കുറുന്തോട്ടി ആയി പോയി. ഇതന്നെയല്ലേ തേക്ക്? തേക്ക് ചില സ്ഥലത്ത് ജാതി എന്ന് പറയില്ല, ജാതി പത്രിക്കാന്ന് ജാതി എന്ന് പറയല്, അതിന് തേക്ക് മരം എന്നാ പറയല്. അപ്പൊ അതിന്റെ ഇലയാണ് കേട്ടാ മൊത്തം ഇവിടെ. രാവിലെയും വൈകുന്നേരം ഞാൻ അടിക്കാമേ വൈകുന്നേരവും നല്ല സുഖമുണ്ട്. അതിനെ കൊണ്ട് ഞാൻ രാവിലെ ഒരു അടിച്ചു നോക്കിനി ഇവിടെ തന്നെ. രാവിലെ അടിച്ച സ്ഥലമാന്ന് പറയില്ല കേട്ടാ, വേഗം വീവും. നമ്മളെ പത്തലിന്റെ പരിപാടി കഴിഞ്ഞാൽ പാത്രമെല്ലാം പഠിക്കാനുണ്ട് അത്രേ, എന്തെല്ലോ പണിയുണ്ട് അത്രേ. അമ്മേന്റെ ആറിയിട്ടതെല്ലാം ഉണ്ട്, അതെല്ലാം എടുത്തോണ്ടൊക്കെ ഉണ്ട് അത്രേ. വൈകുന്നേരത്തെ പരിപാടിയെല്ലാം ഉണ്ട്. ചോറും കറിയെല്ലാം ഉച്ചക്കെ ആക്കിയതുണ്ട് കേട്ടാ. ഈ വേക്കിൽ രാവിലെയും വൈകുന്നേരവും നമുക്ക് അടിക്കണം. മുമ്പിൽ പിന്നെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരിക്കലും അടിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല, അടിച്ചു തീയിടലാണ്. അപ്പം തെണ്ണീരെല്ലാം വാരി വെച്ച് നിങ്ങൾ അടിക്കുന്ന വെച്ചും പറയുന്ന വെച്ചായിട്ട് കേൾക്കൂല കേട്ടമ്മ. എല്ലാരും പറയുന്നുണ്ട് ഒച്ച കേൾക്കുന്നില്ല അമ്മേനെ, നമ്മ ഒരു മൈക്ക് വാങ്ങാട്ടാ ഒരു ആയിട്ടാ സമയം. അതെ, ഓരോന്നായിട്ട് ആയി വരുന്നത്ര, പിച്ച വെക്കുന്നത്ര. അപ്പൊ ഇത് അമ്മ തീയിടുന്ന സ്ഥലമാണ് കേട്ടോ, കരിയേരിയെല്ലാം. അപ്പൊ ഇന്ന് നട്ടിക്കെല്ലാം ഇല കത്തിച്ച വെണ്ണീരാന്ന് നല്ലത് കൂടുതൽ. ഇപ്പം മരത്തിന്റെ വേരാണ് കേട്ടോ മൊത്തം. ഇവിടെ ഒരു പ്ലാവും ഉണ്ടായിനി, അത് നമ്മ മുറിച്ചു. എല്ലാത്തിൻ്റെയും ചപ്പിലും കൂടി ആകുമ്പോൾ അടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി വന്നിട്ടൊന്നും അടിക്കാൻ സമയം ഉണ്ടാവില്ല, അപ്പോൾ രാവിലെ മാത്രമേ എടുക്കുള്ളൂ. രാവിലെ അടിച്ച് ചപ്പ് ഇന്നലെ മെനിയാന്ന് അടിച്ചതിൻ്റെ കത്തിച്ചാന്ന് വെണ്ണീരുക. ഇത്രയും വെണ്ണീരുണ്ടല്ലേ? ഇപ്പം പച്ചക്കറിക്ക് നല്ലതാണ് ഇത്. ഇനി നമുക്ക് ശീതകാല പച്ചക്കറി നടണം. പച്ചക്കറി നടണം. നമുക്ക് വെള്ളമെല്ലാം അപ്പുറത്തുനിന്ന് എടുക്കേണ്ടത്, ലിജിയുടെ കുരക്കണർന്ന്. അതുകൊണ്ട് പൈപ്പ് വലിച്ചിട്ട് അവിടെ കൊണ്ടിട്ട് അടിക്കണം. ഇപ്പം ശീതകാല പച്ചക്കറി ആക്കുന്നത് ഇപ്പം മഴക്കാലാകുമ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട, നട്ടുകൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമുക്ക് വെച്ചാൽ നട്ടാൽ നല്ല വെയിലല്ലേ, എപ്പം വെള്ളം ഒഴിക്കണം. പിന്നെ പണിക്ക് പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് വെള്ളം ഒഴിക്കാൻ അങ്ങോട്ട് പോകാനാവുമോ? ഞാനില്ലേ ഇപ്പോൾ ദേശം നടാണ്ട് ഇപ്പം അങ്ങനെ ആ വൈനീനെ വൃത്തിയിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഉപ്പേരികൾ കിട്ടും. പിന്നെ കുറച്ച് ചീര ഇടാം, വെണ്ടക്കയില്ലേ അതെല്ലാം ഇടാം, പയറും എല്ലാം നടാം. ഞാൻ കുറച്ച് വിത്ത് വാങ്ങിയിട്ടുണ്ട്, ബീൻസിന്റെ എല്ലാം വിത്ത് വാങ്ങിയിട്ടുണ്ട്. ഇല്ല വാങ്ങിട്ട് പിന്നെന്നത് പയറാക്കി ഞാൻ ബീൻസ്. നീ ഇവിടെ പിടിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ പിടിക്കലുണ്ട്. പണ്ട് നിന്റെ വീട് വാർത്തിട്ട് തേപ്പെല്ലാം കഴിഞ്ഞ പിന്നെ ഞാൻ അപ്പുറം ഒരു എന്തോ കുരു മണിച്ചാലൊരു ബീൻസിന്റെ കുരു ഉണ്ടായി. ബീൻസിന്റെ അറിയില്ല, നട്ടിട്ടാകുമ്പോൾ പിടിക്കുന്നത് ബീൻസ്, കുറേ ബീൻസ് പിടിച്ചിന്. അപ്പം പിടിക്കുമല്ലോ, എവിടെയും പിടിക്കും. എന്നിട്ട് എന്തെല്ലാം വാങ്ങിയത് അന്ന് വാങ്ങിച്ചത് പയറും വണ്ടിയും, പിന്നെ മറ്റേ ആ കുറ്റിച്ചിറങ്ങിയില്ലേ പണ്ട് നമുക്കിവിടെ പാട് വെച്ച അതിൻ്റെത്, പിന്നെ എന്തോന്നും കൂടെ ഉണ്ടല്ലോ കുറ്റിപ്പയർ, അത് നല്ലോണം പിടിക്കും. അത്
അത് ഇപ്പൊ നമുക്ക് പിന്നെ പറിക്കാൻ പെയ്തെങ്കിലും കൊറേ വിത്ത് മമ്പയറാക്കാം അങ്ങനെ പറ്റും. അതിന്റെ കുരു വറുക്കുകയും ചെയ്യാല്ലേ. അപ്പൊ അതിന്റെ കുറ്റിപ്പയറിന്റെ ഞാൻ നട്ടിട്ടുണ്ട്. നമ്മൾ വീടടിങ്ങനെ നട്ടാലേ കുറ്റിപ്പയർ പിടിക്കുമല്ലോ. കഴിഞ്ഞ മുമ്പ് ഉണ്ടായിട്ട് കുറ്റിപ്പയർ മഴക്കാലത്ത് ഉണ്ടായിട്ട് കുറേ വേം പിടിക്കുകയും ചെയ്യും, വേം പറിക്കണം, വേം മൂക്കുകയും ചെയ്യും. ഇങ്ങനെ പൊട്ടിച്ചു ചേർത്ത് നല്ല രസമാണ്. അപ്പൊ അതിനിങ്ങനെ ഒരു മുരുമുരുപ്പ് പോലെ ഉണ്ടാവും അതിന്റെ പുറം ഇങ്ങനെ പുള്ളിയെല്ലായിട്ട്. പിന്നെ പണ്ട് നമുക്കൊരു വയറുണ്ടായിന്. ആ വയറിന്റെ വിത്തൊന്ന് പേടിയില്ല. ഞാൻ മണ്ടലി പുള്ളിയില്ലേ അല്ലേ? അതിന് പുള്ളി ഉണ്ടാവില്ല, അത് പച്ച മാത്രമേ ഉണ്ടാവും. മണ്ടലി പയറ് പറഞ്ഞിട്ട് ഒരു പയറുണ്ട് പണ്ട്, പയറാണ്. അതിന് പച്ചക്ക് ഒരു കാപ്പി പുള്ളിയെല്ലാം നല്ല രസം. മുമ്പ് നിങ്ങൾ നട്ടീര് നടുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നിറച്ചും പിടിക്കുക. അങ്ങനത്തെ നാടൻ പയറൊന്നും ഇപ്പൊ കിട്ടാനില്ല. ഇത് ഇങ്ങനെ കൊലകൊലായിട്ടുള്ള വണ്ടേന്റെ വിത്താന്ന് ആ ഇതുമ്മ കാണുന്നത്. ആനക്കൊമ്പന ആനക്കൊമ്പനല്ല, മറ്റിങ്ങനെ ഒരു കവിളിൽ തന്നെ 2-3 വെണ്ടകലം പിടിച്ചിട്ടില്ല. നമ്മ മഴക്കാലത്ത് നട്ടു. എന്തോ വെണ്ടേന്റെ പേരായിരുന്നു, കുറ്റി വേണ്ട. കുറ്റി വേണ്ട, അതാന്ന് മനസ്സിട്ടുള്ളത്. ആനക്കൊമ്പനും ഉണ്ടായിന് അവിടെ വലിയ നീളില്. നമ്മ നട്ട വെണ്ടക്കൊക്കെ ഇഷ്ടമാതിരി വിത്തായിട്ടുണ്ട്. നട്ടി പോവുകയോ പറിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് പാട് വിത്തുണ്ട്. അതെല്ലാം പറിച്ചു ഉണക്കിയാൽ തന്നെ വിത്തായി. 2 പറിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ മഴക്കാലത്ത് നട്ടത് ആ വെണ്ടേന്റെ വിത്ത് ഞാൻ എവിടെയോ കൊണ്ടിട്ടിട്ടുണ്ട്. അത് ആനക്കൊമ്പൻ വെള്ള വെണ്ടക്ക. വെള്ള വെണ്ടക്ക അത് എവിടെയാന്ന് അറിയില്ല, നോക്കാം. അതൊന്നും ഉണ്ടായാൽ മതി സാമ്പാറിനല്ലേ, വലുതാവും നല്ല.